ഒരു കഥ പറയട്ടെ. സോ ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 7 years ബാക്ക്. സോ 12ാം ക്ലാസ്സിലെ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ അഡ്മിഷന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. സോ അപ്പം എക്സാംസൊക്കെ എഴുതുന്നുണ്ട്. കീം എഴുതി, നീറ്റ് എഴുതി, അങ്ങനെ കുറേ എക്സാംസ് എഴുതി. ഓക്കെ, ഞാനൊരു ഡിസിഷൻ എടുത്ത് വെച്ചേക്കുമായിരുന്നു നഴ്സിങ്ങിന് പോവുകയാണെന്ന്. ലൈക്ക് ഇഷ്ടത്തോടെ അല്ലെങ്കിൽ കുറേ പേരുടെ ബ്രെയിൻ വാഷിങ്ങും ഒക്കെ വെച്ചിട്ട് നഴ്സിങ്ങിന് പോവുകയാണെന്നുള്ളൊരു തീരുമാനം എടുത്ത് അപ്പം നമ്മളിങ്ങനെ ഇരിക്കുക. അപ്പോൾ നഴ്സ് കോളേജുകളുടെ എഴുതി. അപ്പോൾ എൻ്റെ ആഗ്രഹം CMC കിട്ടണമെന്നായിരുന്നു. CMC എക്സാം പോയി എഴുതി. സോ അപ്പോൾ അതും കിട്ടിയില്ല. സോ ഐ വാസ് ലൈക്ക് ഇൻ എ പൊസിഷൻ വേർ അയ്യോ, ഞാൻ 10th ഫുൾ A+, 12th നല്ല മാർക്ക്. സോ ഐ വാസ് എക്സ്പെക്റ്റിംഗ്, എവരി വൺ വാസ് എക്സ്പെക്റ്റിംഗ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ഇൻ എ ഗുഡ് കോളേജ്. പക്ഷേ എന്തോ അതൊന്നും ശരിയായില്ല. എന്നിട്ട് അവസാനം ആന്ധ്രയിലെ ഒരു ഹോസ്പിറ്റൽസൊക്കെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഒരു കോളേജ്, ഒരു പ്രൈവറ്റ് കോളേജിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും വേറെ വഴികളൊന്നും ഓപ്പൺ അല്ലാത്തത് കാരണം സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി 25,000 രൂപയും കൊടുത്ത് അവിടെ അഡ്മിഷൻ എടുത്ത് വെച്ചു. ഇതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയ ഒരാഴ്ച മൊത്തം ഐ വാസ് ലൈക്ക് ഇൻ എ കൈൻഡ് ഓഫ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സഫക്കേഷൻ. അതായത് എന്താ, നമുക്കൊരു സന്തോഷമില്ലായ്മ, അയ്യോ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, ഇനി എന്താ ഒരു പ്രൈവറ്റ് കോളേജ് ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ടൊരു എന്താ, എൻ്റെ ആഗ്രഹം ഇനി പൈസ കൊടുത്ത് പഠിക്കേണ്ട, ഗവൺമെൻറ്റിൽ പഠിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ എക്സാംസിലൊന്നും നമുക്കൊന്നും കിട്ടുന്നില്ല. കുറേ എക്സാമുകൾ എഴുതി. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല, ഇപ്പോൾ കിട്ടത്തില്ല എന്നുള്ളൊരു പോയിന്റിലെത്തി. അപ്പോൾ അങ്ങനെ ആ ഒരാഴ്ച മൊത്തം എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പ്രേയറിനൊക്കെ പോകുമ്പോഴും നമ്മുടെ ചേർച്ചിൻ്റെ ഇടവേളയുള്ള സർവീസ്, വീടുകളിലുള്ള സർവീസിലൊക്കെ പോകുമ്പോഴും ഞാനിത് ഭയങ്കര കരച്ചില്ല. എനിക്ക് കണ്ണടച്ച കരച്ചിലല്ലാണ്ട് വരുന്നില്ലെന്നേ. പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും വാക്ക് വരണ്ടേ, കരച്ചിൽ തന്നെ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു ദിവസം ലൈക്ക് സൺഡേ ഇതുപോലെ തന്നെ, ഐ തിങ്ക് സാറ്റർഡേയോ എന്തോ ഒരു ഹോൾ നൈറ്റ് പ്രെയർ ഉണ്ടായിരുന്നു. ആ ഹോൾ നൈറ്റ് പ്രെയറിൽ മൊത്തം ഞാൻ പോയിരുന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ദെൻ ഇറ്റ് കെയിം ടു മൺഡേയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ ചേർച്ചിലെ ഒരു വീട്ടിൽ എല്ലാ വീക്ക്ലിയും ഒരു ഇൻ്റർസെഷൻ പ്രെയർ പോലെ, മധ്യസ്ഥ പ്രാർത്ഥന പോലെ നടക്കാറുണ്ട്. സോ ഐ വെൻ്റ് ഓവർ ദെയർ. എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് കരയുക. എന്നിട്ട് അവിടുത്തെ പാസ്റ്ററുകൾ ഞാനിരുന്ന് കരയുന്നത് കണ്ടിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ അടുത്ത് വിളിച്ചു ചോദിച്ചു, എന്നാ പറ്റിയടി എന്ന് ചോദിച്ചു. ബിക്കോസ് ഹി വാസ് സീയിങ് ഐ വാസ് ക്രൈയിങ് ദാറ്റ് മച്ച് ദ ഹോൾ സെഷൻ. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റില്ല. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ റെഫറൻസ് പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് വായിക്കുമല്ലോ. സോ അത് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് പറ്റിയടി? അത് ചോദിച്ച നമുക്ക് ആ ഒരു വിങ്ങലിൽ നിൽക്കുവാണല്ലോ, ചോദിച്ചത് ഒരൊറ്റ കരച്ചിൽ ഞാൻ. എന്നിട്ട് അല്ല, അപ്പോഴത്തേക്ക് പാസ്റ്ററുകൾ എന്താ പോലെയായി. എന്നിട്ട് പറഞ്ഞാൽ അല്ല ശരിയാവോടിയെന്നും പറഞ്ഞിട്ട് സോ ഐ വെൻ്റ് ദെയർ. എനിക്ക് ആ താല്പര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കണം മേ ബി. അയ്യോ പൈസ എങ്ങനെ ഒപ്പിക്കും, അടുത്ത 4 വർഷം ഏകദേശം 4 lakhs-ഓളം ആവും, എങ്ങനെ ഒപ്പിക്കും എന്നൊക്കെയുള്ള ആ ഒരു വിഷമത്തിലിരുന്നുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് എന്താണ് പറയുക, നമ്മുടെ ഒരു ചോക്കിങ് എഫക്റ്റൊക്കെ വരത്തില്ല. അങ്ങനെ ഓക്കെ. ആ പ്രയർ കഴിഞ്ഞു. മൺഡേ ആണ് കേട്ടോ. ആ പ്രയർ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. അതിൻ്റെ തൊട്ട് തലേ ദിവസം ലൈക്ക് ഈ പ്രയറിന് മൺഡേയിൽ വരുന്നതിന് തൊട്ട് തലേ ദിവസം ആ സൺഡേ വൈകിട്ട് ആ രാത്രി മൊത്തം നമ്മൾക്ക് സമ്മർ ടൈം അല്ലേ. സോ അപ്പം ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ട്, പപ്പായും മമ്മിയും അനിയത്തിയും ഞങ്ങൾ 4 പേരുടെ ഹോളിൽ കിടക്കുക. അപ്പോൾ എല്ലാവരും നിരന്ന് ഹോളിൽ കിടക്കുക. എന്നിട്ട് ദേ ഓൾ സ്ലെപ്റ്റ്, അവരെല്ലാവരും ഉറങ്ങി. എന്നിട്ട് അപ്പം ഞാൻ ആ ഹോളിൻ്റെ ഡോറിൻ്റെ മൂലയുണ്ട്, ആ മൂലയ്ക്ക് ഞാൻ ചെന്നിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ആ ഡോറിൻ്റെ മൂലയ്ക്ക് ചെന്നിരുന്ന് ഇങ്ങനെ കരഞ്ഞ് ഐ ഡോണ്ട് നോ ടിൽ വാട്ട് ടൈം ഐ പ്രേഡ്. ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാണോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുവാണ്, എന്നാൽ പ്രാർത്ഥിക്കുവാണോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുമല്ല. കരച്ചിലാണ് നടക്കുന്നത്. പക്ഷേ കരച്ചിലെങ്ങോട്ടാ, ദൈവസന്നിധിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാഞ്ഞ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരുവാണല്ലോ, അതും ഫിനാൻഷ്യലി എങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ, ലോൺ എടുക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ എന്നിട്ട് അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ, കരയുക, ഫുൾ കരച്ചിലാണ്. കരഞ്ഞ് അവസാനം ഞാൻ മൂലയ്ക്കിരുന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ട് രാവിലെ എണീറ്റു. പിറ്റേന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൺഡേയിൽ പ്രയറിന് പോയി പാസ്റ്ററിനോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ ആ നൈറ്റ് ഫുള്ള് ഞാൻ കരഞ്ഞു. നിങ്ങൾ ഓർക്കണം, തലേ രാത്രി ഫുള്ള് ഞാൻ കരച്ചിലാണ്. എന്നിട്ട് ഈ പ്രയറും കഴിഞ്ഞ് പാസ്റ്ററുകൾ കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആവോടി എന്നും പറഞ്ഞ് എൻ്റെ പുറത്തൊന്ന് പാറ്റ് ചെയ്ത് വിട്ട് ഞാൻ വീട്ടിൽ വന്നു. എന്നെ വീട്ടിൽ വന്ന് വിട്ടിട്ട് ഒരിക്കലും മെയിൽ ചെക്ക് ചെയ്യാത്ത ഞാനാണ്. ഞാൻ ഒരിക്കലും, നമുക്ക് സ്വന്തമായിട്ട് അന്ന് ഫോണില്ല, മമ്മിയുടെ ഫോണിലാണ് നമ്മൾ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ മമ്മിയുടെ ഫോണിലാണ് മെയിൽ ID.
അപ്പോൾ ആ മെയിൽ ഞാൻ ഒരിക്കലും ചെക്ക് ചെയ്യാറില്ല. ഒരിക്കലും ചെക്ക് ചെയ്യാറില്ലാത്ത ഞാൻ ചുമ്മാ ജസ്റ്റ് മെയിൽ എടുത്തൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ നിംഹാൻസിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് എന്തോ റാങ്ക് ലിസ്റ്റിൽ 100 ആകെ 80 സീറ്റ്സ് എന്തോ 160 150 ആ റേഞ്ചിലാണ് കിടന്നിരുന്നത്. സോ ഇറ്റ് വാസ് ലൈക്ക് എവിഡൻറ്റ് ദാറ്റ് ഐ വോണ്ട് ബി ഗെറ്റിംഗ്, എനിക്ക് കിട്ടത്തില്ല എന്ന ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ നോക്കുന്നേ ഇല്ലായിരുന്നു. പക്ഷേ നിംഹാൻസിൽ നിന്നൊരു മെയിൽ വന്നേക്കുക, വിത്തിൻ 2 days വിത്ത് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് യു ഹാവ് ടു കം ഫോർ അഡ്മിഷൻ. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, എങ്ങനെ എനിക്ക് പറയണമെന്നറിയത്തില്ല. ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. എന്നിട്ട് പിന്നെ ഡോക്യുമെൻറ്റ്സ് തപ്പുന്നു, കുറേ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നു ഈ ഡിക്ലറേഷൻ ഫോമുകൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഈ ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കണം. പിറ്റേന്ന് ഒരു ദിവസമേ ഉള്ളൂ. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ ഹാവ് ടു ട്രാവൽ ബാക്ക്. ലൈക്ക് മൺഡേ വൈകിട്ടാണ് ഞാൻ ഈ മെയിൽ കാണുന്നത്. ട്യൂസ്ഡേ ഈ പേപ്പറുകളെല്ലാം സെറ്റാക്കി ഉച്ചയ്ക്ക് വൈകിട്ടത്തെ ബസ്സിന് കയറിയാലേ എനിക്ക് വെനസ്ഡേ എവിടെ എത്താൻ പറ്റും, അഡ്മിഷൻ ഇവിടെ നിംഹാൻസിൽ എത്താൻ പറ്റത്തുള്ളൂ. സോ ഐ വാസ് റണ്ണിങ് ഹിയർ ആൻഡ് ദർ. ഇതുണ്ടാക്കുന്നു നമുക്കൊരു പ്രതീക്ഷയില്ല. ജസ്റ്റ് ഒരു മെയിൽ വിത്ത് ഓൾ ഡോക്യുമെൻറ്റ്സ് കം ഫോർ അഡ്മിഷൻ. അത് എങ്ങനെയായിരിക്കും നമുക്ക് ഇവിടുത്തെ അഡ്മിഷനോ ഇവിടുത്തെ വേറെ ആരും ഇവിടെ പഠിച്ചവരായിട്ടോ ആരെയും അറിയത്തില്ല. എന്തോ ഒരു വിശ്വാസത്തിൽ നമ്മൾ ആ മെയിൽ കുറേ പേരെ ആ മെയിൽ വായിപ്പിച്ചു. ഇത് സത്യമാണോ, ഇതെന്താണോ അവർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി കുറേ പേർക്ക് ഞാൻ ആ മെയിൽ ഫോർവേഡ് ചെയ്തിട്ട് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കിപ്പിച്ചു. എന്നിട്ട് ഓക്കെ ഐ ഹാവ് ടു ഗോ വിത്ത് ഓൾ ദി ഡോക്യുമെൻറ്റ്സ്. എന്നിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റാക്കി മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടാക്കി എല്ലാം കിട്ടിയപ്പോൾ തന്നെ 2 മണിയായി. എന്നിട്ട് എനിക്കൊന്നു 3:30 4 മണിക്കോ എന്താണ് ബസ് നമ്മുടെ അടുത്തുനിന്ന് തന്നെ. അങ്ങനെ പെട്ടെന്ന് പേപ്പറൊക്കെ സെറ്റാക്കി. എന്നിട്ട് മമ്മിയുടെ ഒരു കസിൻ ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ അടുത്തോട്ടാണ് വന്നത്. എന്നിട്ട് നേരെ നമ്മളിവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്നു കയറുന്നു, ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നു. ആൻഡ് ദേ ആർ ടെല്ലിങ് യു ഗോട്ട് അഡ്മിഷൻ ഇൻ നിംഹാൻസ്, ദാറ്റ്സ് ഇൻ എ സെൻട്രൽ ഗവൺമെൻറ് കോളേജ്. അടുത്ത 4 വർഷം വിത്ത് സ്കോളർഷിപ്പ് യു ആർ ഗോയിങ് ടു സ്റ്റഡി ഹിയർ. ഗോഡ് ക്യാൻ ചേഞ്ച് എ സീസൺ ഓഫ് ക്രൈയിങ്. കരഞ്ഞുകൊണ്ടിരുന്ന ഒരൊറ്റ ദിവസം അടുത്ത ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാക്കി തീർത്തു. He can do miracles within a span of seconds. So don't lose hope. പ്രാർത്ഥിച്ചോളുക. ദൈവത്തിൻ്റെ തക്ക സമയത്ത് he will be at the right time. In his time he will make everything according to his will. എല്ലാം നമുക്ക് സാധ്യമാക്കി തരും, ഏറ്റവും ബെസ്റ്റ് നമുക്ക് നൽകും. ഓക്കെ, ബൈ.